ഹലോ അസ്സലാമു അലൈക്കും. നമുക്കിന്ന് അയൽവാസിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ കല്യാണത്തിന് പോയത്. നമ്മൾ ഇതാ കല്യാണത്തിൻ്റെ വീട്ടിലെത്തി വെള്ളമെല്ലാം കുടിച്ച് ഇതാ അടിപൊളി പാട്ടെല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് ചെറുക്കൻ്റെ റൂം. അങ്ങനെ ചെറുക്കൻ്റെ റൂമെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. ആദ്യം അൽസയാണ് കഴിച്ചത്. അടിപൊളി അൽസ തന്നെയായിരുന്നു. പിന്നെ ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ കഴിച്ച് കണ്ട് നേരെ വീട്ടിലേക്ക് എത്തി. നല്ല വെയിലായിരുന്നു ഇന്ന്. അതുകൊണ്ട് തന്നെ തുണിയൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഉണങ്ങിയ തുണിയൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഇനി നമുക്ക് രാവിലത്തെ കുറച്ച് പുട്ടും പയറും ഉണ്ടായിരുന്നേ. ചായൻ്റെ കൂടെ നമ്മൾ അതാണ് കഴിച്ചത്. അങ്ങനെ ചായയും പുട്ടും എല്ലാം നമ്മൾ കഴിച്ച് കഴിഞ്ഞ് നമുക്ക് ഉള്ളിൽ കുറച്ച് അടിച്ചു വാരാനെല്ലാം ഉണ്ടായിരുന്നു. രാവിലെ നന്നായിട്ട് അടിച്ചു വാരിയിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരം ആകുമ്പോഴേക്ക് വീണ്ടും ഇതാ മണ്ണും പൊടിയും എല്ലാം തന്നെ. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ? രാവിലെ അടിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് ഇതുപോലെ മണ്ണെല്ലാം ഉണ്ടാകലുണ്ട്. ഇവിടെ എത്ര അടിച്ചു വാരി കഴിഞ്ഞാലും മണ്ണ് കുറയുന്നേ ഇല്ല. എപ്പോഴെപ്പോഴും മണ്ണ് തന്നെയാണ് മുക്കിലും മൂലയിലും. ഇനി നമ്മൾ ഉള്ളും ഹാളും സിറ്റൗട്ടൊക്കെ നന്നായിട്ടൊന്ന് അടിച്ചു വാരിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുറ്റും കൂടി ഒന്ന് അടിച്ചു വാരി എടുക്കാനുണ്ട്. മുറ്റം നമ്മളും കല്യാണത്തിന് വേണ്ട തിരക്കാണ്ട് രാവിലെ മുറ്റമൊന്നും നമുക്ക് അടിച്ചു വരാൻ പറ്റിയിട്ടൊന്നുമില്ല. നമ്മളിത് വൈകുന്നേരമാണ് മുറ്റമൊന്ന് അടിച്ചു വരുന്നത്. നല്ല വെയിലായിരുന്നത് കൊണ്ട് നമുക്ക് അടിച്ചാൽ നല്ല സുഖം തന്നെയായിരുന്നു. ഇന്ന് നല്ലൊരു വെയിലുള്ള ദിവസം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഇത് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ചപ്പെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് രാത്രിയത്തെ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാനുണ്ടായിരുന്നേ. രാത്രി നമ്മളിവിടെ റൊട്ടിയാണ് ആക്കുന്നത്. റൊട്ടിക്കുള്ള കറിയെല്ലാം നമുക്കൊന്ന് ആക്കിയെടുക്കണം. അങ്ങനെ ഇതാ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇത് അടുക്കളയിലേക്ക് പോകുന്നേ. അടുക്കളയിലേക്ക് നമ്മൾ തക്കാളി കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള ഉള്ളി പച്ചമുളക് എല്ലാം ഒരുമിച്ച് തക്കാളി എല്ലാം ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ ഇത് വഴറ്റിയെടുക്കുന്നത്. ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തേങ്ങയിലേക്ക് മുളകും മഞ്ഞളും ഇട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അത് അരച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൂടിയിട്ടാണ് നമ്മൾ തക്കാളിക്കറി. അങ്ങനെയൊക്കെ ഉള്ളി തക്കാളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മളിതാ തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തക്കാളിക്കറി റോട്ടിയും ചിക്കൻ പൊരിച്ചതെല്ലാം ആയി. ഇന്നത്തെ നമ്മളിവിടെ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.